التمسك بالأثر نجاه. എന്താണ് 11ാമത്തെ ചോദ്യം? മശ്ശിർക്ക്. എന്താണ് ഷിർക്ക്? ഏറ്റവും വലിയ തിന്മ ഷിർക്കാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം അതിൻ്റെ ഗൗരവവും അപകടമൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ചോദിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഷിർക്ക് എന്നുള്ളത്. കാരണം നമുക്ക് ആ ഷിർക്ക് എന്തെന്ന് അറിഞ്ഞാലല്ലാതെ ആ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൻ നമുക്ക് സാധിക്കില്ല. അതെന്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇൽമിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അതാണ്. നമുക്ക് എന്തൊരു തിന്മയായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, നമുക്കത് ചെയ്യാനാണെങ്കിലും നമുക്കത് വിട്ടു നിൽക്കാനാണെങ്കിലും അതെന്താണെന്ന് അറിയണം. അതല്ലാതെ കഴിയൂല. ഇപ്പോൾ ഷിർക്ക് എന്താണ്, അല്ലെങ്കിൽ ഷിർക്ക് ഇത്രയും അപകടം പിടിച്ചതാണ്, അതിന് ഇത്രയും ഗൗരവമുണ്ട് എന്നറിഞ്ഞ ഒരാൾ പക്ഷെ അയാൾക്ക് എന്താണ് ഷിർക്കെന്ന് അറിയില്ലെങ്കിൽ അയാൾക്കൊരിക്കലും ഷിർക്കില്ലാത്തൊരു ജീവിതം നയിക്കാൻ സാധിക്കില്ല. വളരെ ശ്രദ്ധിക്കണം ആ വിഷയം. ഒരാൾക്ക് ഷിർക്ക് അത്രയും അപകടം പിടിച്ചതാണ്, അതിൻ്റെ ഗൗരവം മറ്റെല്ലാ തിന്മകളെക്കാളും വലുതാണ് എന്നൊക്കെ അറിയാം. പക്ഷേ അയാൾക്ക് എന്താണ് ഷിർക്കെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്കൊരിക്കലും ഷിർക്കില്ലാത്തൊരു ജീവിതം നയിക്കാൻ സാധിക്കില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എന്ത്? മശ്ശിർക്ക്. എന്താണ് ഷിർക്ക്? എന്താണ് ഷിർക്ക്? എന്താണ് ഉത്തരം? ഇവിടെ കൊടുക്കുന്നുണ്ട് ഉത്തരം എന്താ? ഹുവ ഇബാദത്തു ഇലാഹിൻ മിൻ ദൂനില്ലാഹ് അസ്സ വ സുബ്ഹാനഹു വ തആല ഔ മഅല്ലാഹി സുബ്ഹാനഹു വ തആല. എന്താണ് ഇവിടെ കൊടുക്കുന്ന ഉത്തരം? അള്ളാഹുവിനെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിനോടൊപ്പമോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെയോ മറ്റേതെങ്കിലും ആരാധ്യന്മാർക്ക് ഇബാദത്ത് നൽകലാണെന്ത്? ഷിർക്കെന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ കൂടാതെ എന്ന് വെച്ചാൽ ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നേയില്ല, അവൻ ഇബാദത്ത് ചെയ്യുന്ന മറ്റ് പലരെയാണ്, മറ്റ് പല വ്യക്തികളെയും ശക്തികളെയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പലരെയും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇതാണ് ഷിർക്ക് എന്നിവിടെ കൊടുക്കുകയാണ്. ഇതാണ് ഷിർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം അവകാശമാണ് ഇബാദത്തുകൾ നൽകപ്പെടുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇബാദത്ത്, ഒരു സൃഷ്ടിയുടെ ഇബാദത്ത്, അത് നൽകപ്പെടാനുള്ള, അത് സ്വീകരിക്കാനുള്ള യോഗ്യത, അർഹത അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അത് മറ്റാർക്കും, മറ്റൊരു സൃഷ്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ ഒന്നിനും ആ ഒരു അർഹതയില്ല. അത് എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലോ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളാണെങ്കിലോ അവർക്കൊരാൾക്കും എന്തില്ല, ഈ ഒരു ഇബാദത്ത് നൽകപ്പെടാനുള്ള അർഹത അവർക്കാർക്കുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആരാധനയ്ക്ക് അർഹതയിൽ നമ്മൾ മറ്റ് പലരെയും പങ്കു ചേർക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ വിശ്വസിക്കുകയാണ് അള്ളാഹുവിനും ഇബാദത്ത്, എൻ്റെ ഇബാദത്ത് നൽകപ്പെടാൻ അള്ളാഹുവിനും അർഹതയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പലർക്കും, ഈ ഔലിയാക്കൾക്കും അല്ലെങ്കിൽ ഈ സ്വാലിഹീങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു നബിക്കും അല്ലെങ്കിൽ ഈ ഒരു റസൂലിനും അല്ലെങ്കിൽ ഇന്നൊരു മലക്കിനും അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതാണ് ഷിർക്ക്. ആ ഒരു വിശ്വാസമാണ് ഷിർക്കിൻ്റെ തുടക്കം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസമാണ്, നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും അർഹതയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. മറ്റാർക്കും അതിന് യാതൊരു അർഹതയില്ല. മറ്റാർക്കും അതിന് യാതൊരു അർഹതയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ റബ്ബല്ലാത്ത ബാക്കി ആരെ നമ്മൾ വെച്ച് നോക്കിയാലും
അവരൊന്നും നമുക്ക് ചെയ്തു തരാത്ത, റബ്ബും മാത്രം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അവരൊന്നും ചെയ്തു തരാത്ത, അള്ളാഹു മാത്രം നമുക്ക് ചെയ്തു തന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഈ പ്രപഞ്ചത്തെ ഈ രൂപത്തിലാക്കിയത് അത് ഒരിക്കലും ഈ റസൂലുമാരോ അമ്പിയാക്കന്മാരോ മലക്കുകളോ ജിന്നുകളോ മറ്റേതെങ്കിലും സ്വാലിഹീങ്ങളോ ആരുമല്ല. അവരാരുമല്ല നമുക്കിവിടെ ജീവിക്കാനുള്ള രൂപത്തിൽ ഭൂമിയാക്കി തന്നത്. അവരാരുമല്ല. ആകാശത്തെ നമുക്ക് മറ്റ് പല പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തടസ്സമായ ഒരു മേൽപ്പൂരായി നിശ്ചയിച്ചു തന്നത് അവരാരുമല്ല. മഴ വർഷിപ്പിച്ചു തരുന്നതും ചെടികൾ മുളപ്പിക്കുന്നതും അതിലൂടെ കായ്കനികൾ ഉണ്ടാക്കുന്നതും അത് കഴിച്ച് മറ്റ് പല ജീവികൾ വളരുന്നതും, അങ്ങനെ നമുക്ക് വേണ്ട രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ച് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്നത് ഇവരാരുമല്ല. ഇവർക്കതിലൊന്നും യാതൊരു പങ്കുമില്ല. അതേപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെന്ന വ്യക്തിയെ സൃഷ്ടിച്ചത്, അതിലും എന്തില്ല, ഒരാൾക്കൊരു പങ്കുമില്ല. സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, എല്ലാത്തിൻ്റെയും ഖജനാവുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെപ്പോൾ വിളിച്ചാലും കേൾക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മളോട് അങ്ങേയറ്റം റഹ്മത്തുള്ള, നമുക്കെല്ലാം തരാൻ അങ്ങേയറ്റം തയ്യാറായി നിൽക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇങ്ങനെ ഒരു റബ്ബ് അള്ളാഹു നമ്മളിൽക്കുണ്ടായിരിക്കെ നമുക്കെങ്ങനെയാണ് മറ്റൊരാളെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാളും അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ ഇബാദത്ത് ചെയ്യൂല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാളും മറ്റൊരാളെ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കൂല. എന്നുവെച്ചാൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണോ, എന്ത് ന്യായം പറഞ്ഞിട്ടാണോ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ ന്യായം ഒരിക്കലും അള്ളാഹുവിന് യോജിക്കുന്നതേ ആയിരിക്കില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും യോജിക്കുന്നതേ ആയിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രചരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മളൊക്കെ അങ്ങേയറ്റം തെറ്റുകൾ ചെയ്യുന്ന പാപികളാണ്, വളരെ മോശപ്പെട്ട ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാജാതിരാജനാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരൻ രാജാതിരാജനായ റബ്ബ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതൊരു അദബ് കേടാണ്, മോശത്തരമാണ്. മറിച്ച് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പ്രിയങ്കരനായ, റബ്ബ് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സൃഷ്ടികൾ, ആ സൃഷ്ടികളെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ ആ സൃഷ്ടികൾ നമ്മളുടെ കാര്യം എന്ത് ചെയ്യും? അള്ളാഹുവിനോട് പറയും. അങ്ങനെ നമ്മൾ റബ്ബിനോട് ചോദിക്കാവൂ, നേരിട്ട് ചോദിക്കാവതല്ല എന്ന് പല ആളുകളും നമ്മുടെ നാട്ടിൽ അത് ദീനുൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നും വേണ്ട, മോശപ്പെട്ട ആളുകളോ നമ്മളെപ്പോലെ തിന്മകൾ ചെയ്യും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും വലിയ തെമ്മാടിയായ ഇബ്ലീസ് ലാനഹുല്ലാഹ്, അവനേക്കാൾ മോശപ്പെട്ട ഒരു സൃഷ്ടിയുമില്ല. ഏറ്റവും വൃത്തികെട്ട ഹൃദയമുള്ള, ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ്. ആ ഇബ്ലീസ് റബ്ബിനെ ധിക്കരിച്ച്, റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ച്, റബ്ബ് അവനെ ശപിച്ച് അവൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റിയ അതേ സന്ദർഭത്തിൽ ഇബ്ലീസ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഖാല റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, റബ്ബേ എന്നെ നീ ഉടനെ തന്നെ മരിപ്പിക്കരുത്, എന്നെ നീ ഖിയാമത്ത് നാൾ വരേക്കും എനിക്ക് നീ ആയുസ് നീട്ടിത്തരണം. അപ്പം അല്ലാഹ് എന്താ പറഞ്ഞത്? എത്രയും നീ വൃത്തികെട്ട, എത്രയും മോശപ്പെട്ട ഒരുത്തൻ എന്നോട് പ്രാർത്ഥിക്കുകയെ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. അല്ലാഹ് ഉടൻ ഉത്തരം നൽകുകയാണ്. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, നീ ഇതിപ്പം മുതൽ നീ എന്താണ്, നിനക്ക്
അവധി നീട്ടി തരപ്പെട്ടിട്ടുണ്ട്. നീ ഖിയാമത്ത് നാൾ ആകുമ്പോഴേ നീ മരിക്കുകയുള്ളൂ, നിൻ്റെ റൂഹ് പിടിക്കപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹു ഉടനെ തന്നെ മറുപടി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ തിരിഞ്ഞ ബദറും ഉഹദിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ നിന്ന ആ ശത്രുക്കൾ, കൊടിയ ശത്രുക്കൾ, അവരിൽ പലരും ആ അത്രയും ശത്രുതയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ പലപ്പോഴും കുടുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ കപ്പലിൽ മറ്റുമൊക്കെ കയറുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകുകയും അവരെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാറുണ്ടെങ്കിൽ പിന്നെ നമുക്കെങ്ങനെയാണ് അള്ളാഹു ഉത്തരം തരാതിരിക്കുക? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ അള്ളാഹു കേൾക്കാതിരിക്കുക? ഒരിക്കലും ഒരു മുസ്ലിമും ഇബ്ലീസിനോടമോ അല്ലെങ്കിൽ മക്ക മുശ്രിക്കിനെ പോലെയോ അത്രയും മോശപ്പെട്ട ഒരു മുസ്ലിമും ഇല്ല. ഒരു മുസ്ലിമും അത്രത്തോളം മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഒരിക്കലും എത്തുകയില്ല. ഞാനിത് വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ, പല ആളുകളും പല തെറ്റിദ്ധാരണകൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ നൽകുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനെ അറിഞ്ഞൊരാൾ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും അള്ളാഹുവിന് നൽകേണ്ട ഒരു ഇബാദത്ത് പോലും മറ്റൊരാൾക്കും നൽകൂല. എത്ര വലിയ ശ്രേഷ്ഠതയുള്ള സൃഷ്ടികളാണെങ്കിൽ പോലും അവരിൽ ഒരാൾക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ നൽകുകയില്ല. അല്ലേ? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ റസൂലായ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയായ ആദ്യകാലക്കാരുടെ അവസാന കാലക്കാരുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നമ്മുടെ പ്രാർത്ഥന അറിയുമോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ അദ്ദേഹം തന്നെ പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, സലാമ് ചൊല്ലണം. നിങ്ങൾ എവിടെ നിന്ന് സലാത്ത് ചൊല്ലിയാലും സലാമ് ചൊല്ലിയാലും നിങ്ങളുടെ അടുക്കൽ സ്വലാത്തും സലാമും എന്നിലേക്ക് എത്തിച്ചു തരുന്ന ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ അത് എൻ്റെ അടുക്കിലേക്ക് എത്തിച്ചു തരുമ്പോൾ അള്ളാഹു എനിക്ക് എൻ്റെ റൂഹ് മടക്കി തന്നാൽ ഞാൻ എന്ത് ചെയ്യും? ആ സലാം പറഞ്ഞ ആൾക്ക് വേണ്ടി തിരിച്ച് സലാം മടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സലാത്തും സലാമും പറയുന്ന ആളുടെ സംസാരം നേരിട്ട് കേൾക്കുന്നല്ല വാദിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുന്നത് ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഞാൻ എവിടെയായിരുന്നു, നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും എന്നെ കേൾക്കും, എനിക്ക് നിങ്ങളുടെ സംസാരം പ്രാർത്ഥനകൾ കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നില്ല. ആ സംസാരം സ്വലാത്തും സലാമും മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് മാത്രം പോരാ, ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ റൂഹ് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനും ഉത്തരം തിരിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ, മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഉത്തമനായ സൃഷ്ടിയുടെ അവസ്ഥയെങ്കിൽ ബാക്കിയുള്ള സൃഷ്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ള ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരൊക്കെ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും എന്തല്ല, ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളോട് യോജിക്കുന്ന കാര്യമല്ല. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും പെട്ടിട്ട് പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് മറ്റു പലർക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ കാര്യത്തിന്, നമ്മുടെ എന്തൊരു വിഷയത്തിനും നമുക്ക് അള്ളാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമയ്ക്ക് അള്ളാഹു പോരെ? അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹു അത് അറിയുന്നുണ്ട്, അല്ലേ? ഇന്ന് പല മുസ്ലിം നാമധാരികളും പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുക, അവർ ആ പ്രാർത്ഥന ഒരിക്കലും കേൾക്കുന്ന പോലുമില്ല. അവരെത്രയോ വർഷങ്ങൾ മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളെയാണ് പലരും വിളിക്കുന്നത്. അത് തന്നെ അവരുടെ ഖബറാണെങ്കിൽ കിടക്കുന്നത് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്താണ്, എത്രയോ നാടുകൾക്കപ്പുറത്ത് കിടക്കുന്ന പല ആളുകളെയുമാണ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പല ആളുകളെയുമാണ് അവർ വിളിക്കുന്നത്.
നീ ഒക്കെ പോട്ടെ, അവർ കേൾക്കുന്നുണ്ടെന്ന് തന്നെ വയ്ക്കുക. അള്ള കേൾക്കുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ അവർ കേൾക്കുന്നതാണോ? അള്ളാഹു തരുന്നതിനേക്കാൾ കൂടുതൽ അവർ തരുമെന്നാണോ? അള്ളാഹുവിനേക്കാൾ അവർക്ക് നിങ്ങളുടെ റഹ്മത്തുണ്ടെന്നാണോ? അള്ളാഹുവിനേക്കാൾ ഒരിക്കലും കാലിയാവാത്ത ഖജനാവ് അവരുടെ കയ്യിലുണ്ടെന്നാണോ? എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് പല ആളുകളും റബ്ബിനെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് മാത്രം ഇത്തരം അപകടങ്ങളിൽ ചെന്ന് വീഴുന്നവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട, അവന് മാത്രം അർഹതപ്പെട്ട, അവൻ്റെ മാത്രം അവകാശമാണ് ഇബാദത്ത്. അത് എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും അള്ളാഹു അല്ലാത്ത മറ്റാർക്കും നൽകിക്കൂടാ. ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും, അതൊരാളും അതിൽ നിന്ന് ഒഴിവല്ല, അതിൽ നിന്ന് ഒഴിവല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്.